ശ്രീമതി ആശ ലോറൻസ്, എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഇങ്ങനെ വളരെ നീണ്ട ഒരു തുറന്നെഴുത്തിന് തയ്യാറായത്? ആരാ ഇപ്പൊ പ്രതികരിച്ചെന്നൊന്ന് പറയാവോ? ശ്രീ റെജി ലൂക്കോസ് ആണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. റെജി ലൂക്കോസിന് എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയില്ല. അയാൾ കുറെ വിഡിത്തം പറയുന്ന ആളാണെന്നുള്ളത് പോസ്റ്റിലും എല്ലായിടത്തും വാർത്തയിൽ വരുന്നുണ്ട്. ഞാൻ അയാളെന്നൊക്കെ തന്നെ പറയുന്നത് ബഹുമാനക്കുറവായിട്ട് തോന്നിയ അത് അങ്ങനെ തന്നെ. ഇത് ഞാൻ ആദ്യമായിട്ടല്ല ഇത് എഴുതുന്നത്. ഈ MA ബേബിയുടെ കാര്യവും EK നായനാർ സഖാവിന്റെ കാര്യവും ഞാൻ FB-യിൽ വന്നിട്ട് 4 വർഷമായിട്ടുള്ളൂ. ആ 4 വർഷത്തിനുള്ളിൽ ഞാൻ പലതും ഞങ്ങളുടെ കുടുംബ വഴക്ക് പറഞ്ഞ് അപമാനിച്ചപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്. പല കാര്യത്തിലും വ്യക്തിപരമായിട്ട് മരിച്ചു മണ്ണിൽ പോലും ഇല്ലാത്ത എൻ്റെ അമ്മ, ഒരു സാധു സ്ത്രീയായിരുന്നു എൻ്റെ അമ്മയെ. ഈ CPKM എന്നേ ഞാൻ പറയാറുള്ളൂ. ഇപ്പോഴത്തെ CPI അല്ല, CPK, കേരളത്തിൽ മാത്രം ഒതുക്കപ്പെട്ട പാർട്ടി എൻ്റെ മരിച്ചു മണ്ണിൽ പോലും ഇല്ലാത്ത ഒരു സാധു സ്ത്രീയായ ഒരു അമ്മയായിട്ട് അപമാനിക്കുന്നതിന്റെ അങ്ങേയറ്റമായപ്പോഴാണ് ഞാൻ പാർട്ടിയിലെ പല കാര്യങ്ങളും ഞാൻ എഴുതും തുറന്ന് പ്രതികരിച്ചതും. ഇനി എൻ്റെ അമ്മയെ അപമാനിച്ചാൽ ഞാൻ പലതും പറയുമെന്ന് പറഞ്ഞു. അതിലും മരിച്ചും മണ്ണിൽ പോലും ഇല്ലാത്ത ആൾക്കാരും പെട്ടുപോകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഇലക്ഷൻ ടൈമിൽ EP ജയരാജൻ, ഞാൻ EP ജയരാജനെ മുതലാളിനെ വിളിക്കാറുള്ളൂ. അങ്ങേരാണ് എന്റെ ജോലി കളയിപ്പിച്ചത്. അതിന്റെ ഒന്നും പകയല്ല തീർക്കണത്. പക്ഷെ അങ്ങനെ പക തീർക്കാനാണെങ്കിൽ EP ജയരാജന്റെ ഭാര്യയുടെയോ മക്കളുടെയോ ഒക്കെ ആരോപണം വന്നപ്പോൾ എനിക്ക് പ്രതികരിക്കായിരുന്നു. ഞാൻ അതിലോട്ടൊന്നും പോയിട്ടില്ല. EP ജയരാജന്റെ സ്വന്തം പെങ്ങളുടെ മകൻ, ഒരു ബിജോയ് കണ്ണൂർ എന്ന് പറഞ്ഞ ഒരുത്തൻ വന്നിട്ട്, എടി നീ മണു വൃത്തിയായിട്ടൊരു വാക്ക്, കഞ്ചാവടിച്ച് കിറങ്ങി നടക്കണ മണു ഗുണാഞ്ചി അല്ലേടി, നിന്നെ പെറ്റിട്ട പന്നീന്ന്, എന്റെ അമ്മയെ പന്നീന്ന് വിളിക്കുമ്പം ഞാൻ പ്രതികരിക്കാണ്ടിരിക്കണോ? അപ്പോഴൊന്നും റിജി ലൂക്കോസ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇവരൊക്കെ എവിടെ പോയിരിക്കുമായിരുന്നു? ഈ അപ്പനെ വെട്ടിനിരത്തിയപ്പോഴോ? വർഷങ്ങളോളം പാർട്ടിക്ക് പരിഗണന കൊടുത്ത് സ്വന്തം ഭാര്യയെ പോലും അവഗണിച്ച് അപ്പച്ചൻ അങ്ങനെ അമ്മയെ ഉപദ്രവിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, അടിപൊടിന്ന് പോലും വിളിച്ചിട്ടില്ല അമ്മ വഴക്കിട്ടാ പോലും. പക്ഷെ അവഗണനയുടെ അങ്ങേയറ്റം എൻ്റെ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പച്ചനെ ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല. അപ്പച്ചൻ ഈ സ്വന്തം സഖാക്കളെ വെട്ടിനിരത്തപ്പെട്ട് AK സെന്ററിന്റെ പടി ഇറങ്ങി 10 വർഷത്തിലോളം അപ്പച്ചൻ LDF കൺവീനർ ആയിരുന്നു. അന്ന് നിറഞ്ഞു നിന്നിരുന്നത് അപ്പച്ചനായിരുന്നു. TV-യിലും പത്രത്തിലും എന്നും MM ലോറൻസിന്റെ പേര് വരുമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണോ അതോ ശ്രീ MM ലോറൻസ് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണോ നിങ്ങൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടുതലായി ഇങ്ങനെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? വീട്ടിൽ വന്ന് പറഞ്ഞതാണെന്ന്. ഞാൻ EMS സഖാവ് മരിച്ച് മാർച്ചിലല്ലേ മരിച്ചത്? മാർച്ച് 22-നോ അങ്ങനെയല്ലേ? മാർച്ച് 10-ോ 15-ഓ ഡേറ്റ് എനിക്കും വർഷമൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോയിരിക്കും. EMS സഖാവ് മരിച്ച ദിവസമാണെന്ന് ഞാൻ എടുത്തെഴുതിയിട്ടുണ്ടല്ലോ. അല്ലാണ്ട് ഞാൻ സ്വപ്നം കണ്ടതാണെന്ന് എഴുതിയിട്ടില്ലല്ലോ. ഏതോ ഒരു സമയത്ത് നടന്നാണെന്ന് എഴുതിയിട്ടില്ലല്ലോ. ഇത് ആദ്യമായിട്ടല്ലല്ലോ MA ബേബി ഉന്തിത്തള്ളി താഴേന്ന് അപ്പം വീണില്ല. അപ്പച്ചന് അടുത്ത് നിന്നപ്പം ഉന്തിത്തള്ളി മാറ്റിന്ന് അപ്പം വീട്ടിൽ വന്ന് പറയാണ്ട് ഞാൻ എങ്ങനെ അറിയാനാണ്? അപ്പം വീട്ടിൽ വന്ന് പറഞ്ഞതാ. LDF കൺവീനർ ആയിരുന്നപ്പം നേരം വെളുത്ത 7 മണിക്ക് ഈ സഖാവ് EK നായനാരുടെ ഫോൺ കോൾ വരും. മിക്കപ്പോഴും ഫോൺ കോള് അറ്റൻഡ് ചെയ്യണത് ഞാനാണ്. വീട്ടിലെല്ലാവർക്കും തിരക്ക്, ഞാനായിരിക്കും ഓടിപ്പോയി ലാൻഡ് നമ്പർ എടുക്കാം, കോൾ എടുക്കാം. അന്ന് മൊബൈലൊന്നും ഇല്ല. അപ്പച്ചന് കൊടുക്കുമ്പം ചിലപ്പോൾ സഖാവിനെ ഞാൻ വിളിക്കും വീട്ടിലോട്ട് വരണത്. എന്റെ നിർബന്ധം കാരണം സഖാവ് വന്നിട്ടുണ്ട്, വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ വരണം എന്ന് ഞാൻ പറഞ്ഞിട്ട്, ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് സഖാവ് EK നായനാർ വന്നിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം LDF കൺവീനർ സ്ഥാനം രാജിവെച്ച് എന്ന് ലോറൻസ് എന്ന് പറഞ്ഞ് രാവിലെ വിളിക്കുക, അല്ലെങ്കിൽ സഖാവിനെ കണക്ട് ചെയ്ത് പാർട്ടി തീരുമാനങ്ങൾ, പാർട്ടി നോംസ് അറിയിക്കുന്നത് LDF കൺവീനർ എന്ന ഉത്തരവാദിത്തത്തിലിരുന്ന് എന്റെ അപ്പനാണ് ചെയ്തിരുന്നത്. സഖാവ് MM ലോറൻസാണ് ചെയ്തിരുന്നത്. ആ അപ്പനെ വെട്ടിനിരത്തി LDF കൺവീനർ സ്ഥാനം രാജിവെച്ചതിന് ശേഷം കോട്ടയത്ത് ഇങ്ങനെയൊക്കെ എഴുതും, ഞാൻ നാളെ പ്രതികരിക്കുന്ന ഒരാളാണെന്നൊന്നും ഒട്ടും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. അത് കാര്യം ഞാൻ ഇതൊന്നും എഴുതി വെച്ചില്ല എന്നുള്ളത് എന്റെ തെറ്റായിപ്പോയി. ആരുടെ വിവാഹമാണെന്നുള്ളത് ഞാൻ മറന്നുപോയി. മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അത്ര പ്രമുഖരുടെ കല്യാണം ആയിരിക്കണം. അപ്പൻ അവിടെ പോയപ്പം മുമ്പിൽ കൂടി EK നായനാർ സഖാവ് നടന്നു പോയിട്ട് അപ്പനെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല എന്നും അപ്പച്ചൻ വീട്ടിൽ വന്ന് പറഞ്ഞു. അതപ്പച്ചൻ പറഞ്ഞു. പക്ഷെ MA ബേബി ഉന്തിത്തള്ളി മാറ്റിയതാണ് അപ്പന് ഒത്തിരി സങ്കടമായിട്ട് പറഞ്ഞ. ഈ MA ബേബി പ്രതികരിച്ചിട്ടില്ലല്ലോ. പക്ഷെ MA ബേബി 2 വർഷത്തിനുള്ളിൽ എന്റെ അപ്പൻ കിടപ്പായതിനു ശേഷം 2021-ലാണ്, ഇത് 24, 2 വർഷമായുള്ളൂ അപ്പച്ചൻ കിടപ്പായി പോയിട്ട്. കിടപ്പായതിന് മുമ്പ് ഒരിക്കൽ പോലും MA ബേബി സന്ദർശിച്ചിട്ടില്ല. കിടപ്പായിപ്പ് കഴിഞ്ഞപ്പം സന്ദർശിച്ചു. ഇന്നലെ
ഞാൻ 4 ദിവസം മുന്നേ, അതായത് ജൂൺ 15 എന്റെ അപ്പന്റെ ബർത്ത്ഡേ ആയിരുന്നു, അന്നിട്ട പോസ്റ്റാണ്. അന്ന് പോസ്റ്റ് ഇട്ടപ്പോ എബി ഫ്രണ്ട്സും നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നവർ അപ്പന് വിഷ് ചെയ്തിട്ടുള്ള പ്രതികരണങ്ങൾ മാത്രമേ വന്നുള്ളൂ. ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോഴാണ് വെൽ പ്ലാൻഡ് ആയിട്ട് കുറെ ഇത് ഒത്തിരി പേര് വ്യക്തിഹത്യയൊക്കെ ചെയ്തിട്ട് ഒരു BSNL ഒരു ലിൻസി എന്തോ പേര് പറഞ്ഞിട്ടുള്ള സ്ത്രീ, അവരൊരു അമ്മൂമ്മയും കൂടിയാണ്, അവര് വന്നിട്ട് ഡീസൻസി ഇല്ലാത്ത ആളെ ഞാൻ ശരിയല്ല എന്നൊക്കെ വരെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇത് ഒരു കോൾ വരുന്നതിന് മുമ്പ് ഞാൻ വെറുതെ ഈ മെസ്സേജ് എടുത്ത് നോക്കിയപ്പോൾ എഴുതിയിരിക്കുക അപ്പം ബോധമില്ലാണ്ടായത് കാര്യമാണ്, അല്ലെങ്കിൽ എന്റെ അപ്പൻ ചവിട്ടി കൂട്ടുമായിരുന്നു എന്ന്. എന്റെ അപ്പനോട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ഈ EMS സഖാവ് മരിച്ചതിന് ശേഷം അവിടെ നിൽക്കുമ്പോഴാണ് വിഭാഗീയതയൊക്കെ കഴിഞ്ഞിട്ട് സഖാവ് MVRും അപ്പച്ചനും തമ്മിൽ കാണുന്നത്. ആ കാഴ്ച അപ്പച്ചൻ വീട്ടിൽ വന്ന് പറഞ്ഞില്ല, മലയാള മനോരമയിൽ വായിച്ചു. അവര് പരസ്പരം, എനിക്ക് അതേ വാക്കുകൾ എനിക്കെടുത്ത് കൺവേ ചെയ്യാനൊന്നും പറ്റില്ല, കൈ കൂട്ടിപ്പിടിച്ച് പരസ്പരം കണ്ണുകളിൽ നോക്കി നിന്നു എന്നുള്ളൊരു അർത്ഥം വരുന്ന വാക്കുകളാണ് മലയാള മനോരമ പത്രത്തിൽ വന്നത്. വീട്ടിൽ വന്നപ്പോ അപ്പനോട് ഞാൻ ചോദിച്ചു, MVR സഖാവ് എന്താണ് അപ്പച്ചനോട് പറഞ്ഞതെന്ന്. അപ്പൊ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല എന്നാണ് അപ്പച്ചൻ പറഞ്ഞത്. MA ബേബി ഉന്തിത്തള്ളി മാറ്റിയെന്ന് ഞാൻ എന്നെ മരണം വരെ പറഞ്ഞിരിക്കും. അതിന് സഖാക്കളോ സഖാത്തികളോ വന്ന് എന്നെ ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ നുണ പറയണോ? എന്തൊക്കെയാണ് അവര് പറഞ്ഞിരിക്കുന്നത്? പബ്ലിക് പോസ്റ്റല്ലേ, എന്റെ പബ്ലിക് അക്കൗണ്ട് അല്ലേ. പിന്നെ EK നായനാർ സഖാവിന്റെ ഭാര്യ ജീവിച്ചിരിക്കുന്നുള്ളത് അവർക്ക് പ്രതികരിക്കാമല്ലോ. അവർ എല്ലാ കാര്യവും വീട്ടിൽ വന്ന് പറയണമെന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച കാര്യം EK നായനാർ സഖാവിന്റെ ഭാര്യ ശാരദ ടീച്ചർക്ക് അറിയോ? പറഞ്ഞു കാണോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ലല്ലോ. ഇവര് ഡെയിലി വിളിക്കുന്ന കാര്യം എല്ലാം പറഞ്ഞു കാണുമെന്നും അറിയില്ല. അപ്പച്ചന് എല്ലാ കാര്യം ഞങ്ങളോട് പറയണല്ലോ. പക്ഷെ ഈ 2 സംഭവവും ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. വെട്ടി നിരത്തിയതിന് ശേഷവും പറഞ്ഞിട്ടുണ്ട്. വെട്ടി നിരത്തിയതിന് ശേഷം ഗോവിന്ദപിള്ള അപ്പച്ചന് പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിൽ ഇരിക്കുമ്പോൾ അപ്പച്ചന്റെ മുമ്പിൽ വന്നിട്ട് പുറകിൽ നിന്ന് VSനോട് കാണിച്ചിട്ട് തന്ന ലിസ്റ്റ് പ്രകാരം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സഖാവേന്ന് പി ഗോവിന്ദപിള്ള, PG എന്നാണ് അപ്പച്ചൻ വിളിക്കുന്നത്, P ഗോവിന്ദപിള്ള സാറ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വെട്ടിനിരത്തപ്പെട്ട് കഴിഞ്ഞിട്ട് ഈ റെജി ലൂക്കോസൊക്കെ എവിടെയായിരുന്നു പ്രതികരിക്കാൻ? ഈ ത്യാഗം ചെയ്ത ജീവിതം, സ്വന്തം ജീവിതം, ഒരു കുട്ടിയായിരുന്ന ലോറൻസ് ആണ് പോയത്. ഇതില് 50 വയസ്സിൽ 40 വയസ്സിൽ തിരിച്ചറിവ് വന്നപ്പോഴല്ല എന്റെ അപ്പം പോയത്. വെറും ഒരു കുട്ടിയായിരുന്ന അപ്പനെയാണ് ബ്രെയിൻ വാഷ് ചെയ്ത് ഈ പാർട്ടിയിലോട്ട് കൊണ്ടുപോകുന്നത് ആരൊക്കെയോ ചേർന്നിട്ട്. എന്റെ മകനായിരുന്നെങ്കിൽ ഞാൻ അടിച്ചു വീട്ടിലിരുത്തുമായിരുന്നു. എന്റെ മകനാണ് ഈ പാർട്ടിയിൽ പോയിരുന്നെങ്കിൽ. എന്റെ അപ്പനാണത്. ആ അപ്പന് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ബ്രെയിൻ വാഷ് ചെയ്ത് ഇതുപോലൊരു നശിച്ച ഐഡിയോളജിയുടെ ഭാഗമാക്കി എടുത്തിട്ട് അപ്പനെ അമ്മ കല്യാണം കഴിച്ചു. ഞങ്ങൾ 4 മക്കളുണ്ടായി. ഞങ്ങൾ ഒരു പ്രഷർ അപ്പത്തിന് കൊടുത്തിട്ടില്ല, അറിയോ? എന്റെ അമ്മയോടാണ് ഏറ്റവും കടപ്പാട് എന്റെ അപ്പന്. ഞങ്ങൾ 4 മക്കളോടാണ് അപ്പം കടപ്പാട്. അപ്പൻ അഴിമതിക്കാരനല്ലാത്ത എന്റെ കടപ്പാട് മുഴുവൻ ഞങ്ങൾ 5 ജീവനോടാണ് കാണിക്കുന്നത്. അപ്പച്ചനെ ഹൈജാക്ക് ചെയ്തു ബന്ധുക്കളും കുറെ പാർട്ടിക്കാരും. അപ്പച്ചൻ കിടപ്പായതിനു ശേഷവും വിളിച്ചിട്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വിളിക്കുമായിരുന്നു. ആശുപത്രിയിലെ കിടക്കയില് ഈ 2ാം മൂടം സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുക. എപ്പോഴാണ് പോണത്? അപ്പൊ ഒപ്പം പറയാ, എടാ ഞാൻ ആശുപത്രിയിലാണ്. അതല്ല, ഡിസ്ചാർജ് ചെയ്തിട്ട് എപ്പോഴാ പോണത്? പിണറായി വിജയനെ പോയി കാണണം, APP ആകണം, പ്രമോഷൻ വേണം, ട്രാൻസ്ഫർ വേണം. ഒരു 92കാരനോട് പറയുമായിരുന്നു. വെട്ടി നിരത്തിയപ്പോ എവിടെ പോയി റെജി ലൂക്കോസും ഇപ്പൊ എന്നെ ചീത്ത വിളിക്കുന്നവരുമൊക്കെ? അന്നേക്ക് ഞാൻ ഈ പോസ്റ്റിൽ എഴുതിയിട്ടുണ്ടല്ലോ. പലരും പറഞ്ഞ കാര്യമാണോ ഞാൻ എഴുതി വെച്ചത്? ഞാൻ അന്ന് വിവാഹിതയും ഒരു അമ്മയുമാണ്. എനിക്ക് എന്റെ അപ്പനെ AK സെന്ററിൽ പോയി കൂട്ടിക്കൊണ്ട് വരണമെന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ വീട്ടിലെത്തിയിട്ട് അമ്മയോട് പറഞ്ഞപ്പോഴേക്കും അപ്പച്ചന്റെ ഫോൺ കോൾ വന്നു, ഇങ്ങോട്ട് വരുവാണെന്ന്. ഞങ്ങൾ ട്രെയിനിൽ കയറി അവിടെ എത്തി. അപ്പച്ചൻ വന്നത് EMS സഖാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ക്രീം കളറിലെ ഓഫ് വൈറ്റ് കളറിലെ അംബാസിഡർ കാറാണ് അപ്പച്ചന് ഉപയോഗിച്ചിരുന്നത്. ആ കാറില് കൊണ്ടുവന്ന സാധനങ്ങളുടെ ലിസ്റ്റ് വരെ ഞാൻ ഈ പോസ്റ്റിൽ ഉണ്ടല്ലോ. അപ്പച്ചന് വെട്ടി നിരത്തിയതിനു ശേഷം ഒരു ഫോൺ കോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ. ഒരു ഫോൺ കോൾ. ഇന്നത്തെ പോലെ മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ കോൾ രജിസ്റ്റർ എടുത്ത് നോക്കാമായിരുന്നല്ലോ. അപ്പച്ചന് 24 മണിക്കൂറും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പച്ചനെ തിരക്കില്ലാണ്ട് ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെയായിരുന്നു. ഈ അവഗണിക്കപ്പെട്ട അമ്മയ്ക്കെങ്കിലും ചോദിക്കാമായിരുന്നു, എന്താ ഈ പാർട്ടിയുടെ പുറകെ നടന്നിട്ടെന്ന്. ഞങ്ങൾ ഒന്നും സംഭവിക്കാത്ത പോലെ അപ്പച്ചനോട് പെരുമാറിയത്. അപ്പച്ചൻ കൺവീനറായിട്ടൊക്കെ വാർത്ത വരുമ്പോ അപ്പച്ചനെ കാണുമ്പോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊന്ന് ചിരിക്കും. അവിടെ ഒരു ആഘോഷവും ഒരു കേക്ക് മുറിക്കലും ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിങ്ങളിന്ന് വിളിക്കുന്നത് ഞാൻ ജനം TVയിലെ സ്റ്റാഫിനെ അല്ല,
ഇവിടെ എല്ലാവരും ചാനലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ആയാലും MP ആയാലും അവരുടെ ഭാര്യയുടെ പ്രതികരണം, മക്കളുടെ പ്രതികരണം, കേക്ക് മുറിക്കൽ, ലഡു വായിൽ വെച്ച് കൊടുക്കുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ. പക്ഷെ ഞങ്ങളുടെ അപ്പന് സ്ഥാനം കിട്ടുമ്പോഴൊന്നും സോഷ്യൽ മീഡിയയും ക്യാമറയും ചാനലൊന്നും ഇങ്ങനെ പ്രവർത്തിക്കുന്നില്ല. അത് കാരണം വീട്ടിൽ വന്നത് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ പോകുള്ളായിരുന്നു. അല്ലാണ്ട് അവിടെ ഓടിപ്പോയി ചിക്കൻ കറി വെക്കലോ, ഒരു ലഡു മേടിക്കലോ, മിഠായി മേടിച്ച അയൽവക്കത്ത് വിതരണം ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ കാര്യം നടന്നതുപോലെ തന്നെ അപ്പച്ചന്റെ ഓരോ സ്ഥാനങ്ങളും കിട്ടിയിട്ടുള്ള, ഓരോ സ്ഥാനം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ആയതും, സെക്രട്ടേറിയറ്റ് മെമ്പർ ആയതും, CC മെമ്പർ ആയതും, പിന്നെ LDF കൺവീനർ ആയതും, പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് വെട്ടിനിരത്തപ്പെട്ടതും, മലയാള മനോരമയില് എന്റെ ഒരു പിച്ചക്കാരനെ പോലെ ചിത്രീകരിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പിച്ചപാത്രത്തില് ഗൗരിയമ്മയുടെ മുമ്പിൽ കൈ നീട്ടി നിൽക്കണ MM ലോറൻസിനെ വരച്ചു വെച്ചപ്പോ എവിടെ പോയി റെജി ലൂക്കോസ്? DGPനെ പിടിച്ച് കോൺസ്റ്റബിൾ ആക്കിയതെന്നും പറഞ്ഞിട്ട് ഒരു പോക്കറ്റ് കാർട്ടൂൺ മലയാള മനോരമയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ തമാശയായിട്ട് എടുക്കാന്ന് പറഞ്ഞു. ഒരു പിച്ചക്കാരനെ പോലെ ഗൗരിയമ്മയുടെ മുമ്പിൽ നിൽക്കാൻ മാത്രം ഗതിയോട്ട് പോയി MM ലോറൻസ്. MM ലോറൻസ് വീട് വെച്ചത് 61, 62ലാണ്, 59ലാണ് കല്യാണം കഴിച്ചത്. എന്റെ അമ്മയുടെ സ്വർണ്ണം, അമ്മയുടെ കുടുംബത്തിലെ സ്വർണ്ണം സ്വത്തും വെച്ചിട്ടാണ് വീട് വെച്ചത്. അല്ലാണ്ട് പാർട്ടി സഖാക്കളുടെ കാശ് എടുത്തിട്ട് അമേരിക്കയിൽ ടൂർ പോയി ചികിത്സ ചെയ്യുന്നൊന്നും ഞങ്ങൾ ആരും നടത്തിയിട്ടൊന്നുമില്ല. പാർട്ടി ഡച്ചിൽ തന്നെ വളർന്നല്ലേടി എന്ന് ചോദിച്ചിട്ടുണ്ട് ചില അലോലാദികള്. ഈ വാക്കുകളൊക്കെ ഞാൻ അങ്ങേയറ്റം വിഷമത്തോടുകൂടിയാണ് ഞാൻ പറയണത്. എന്റെ അമ്മയെ പന്നിയെന്ന് വിളിച്ച ഇവന്മാരോട് ഞാൻ എന്തിനു ദയ കാട്ടണം? ഞാൻ എന്തിനു മര്യാദ കാട്ടണം? ഒരാളെങ്കിലും പ്രതികരിച്ചോ? ജോൺസന്റെ ഭാര്യ മരിച്ചുപോയി, ആ സാധു ശ്രീനി ഇങ്ങനെയൊന്നും പറയാൻ പാടുന്ന ഒരാളെങ്കിലും പ്രതികരിച്ചോ? ഞാൻ MP ജയരാജനെ വിളിച്ച് ചോദിച്ചു. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ്. ഇലക്ഷൻ ടൈമിൽ അദ്ദേഹത്തിന് ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല. ജയരാജേട്ടൻ എനിക്ക് മൂത്ത സഹോദരൻ തന്നെയാണ്. ജയരാജേട്ടനെ വിളിച്ച് ഞാൻ ചോദിച്ചു. അപ്പൊ ഈ ബിജോയ് കണ്ണൂറിന് EP ജയരാജ മുതലാളിയുടെ നെവ്യുവിന്റെ പേര് ഞാൻ ബിജു എന്നാണ് പറഞ്ഞത്. അപ്പൊ പറഞ്ഞു ബിജു അല്ല ബിജോയ് എന്നാണെന്ന് ജയരാജേട്ടൻ പറഞ്ഞു. ഇവരൊക്കെ എവിടെ പോയി? ഈ വീണ വിജയന്റെ കേസൊന്നും പറയാനില്ലല്ലോ റെജി ലൂക്കോസ്. ഞാൻ പ്രതികരിച്ചതിനെതിരെ എന്നെ അപമാനിക്കാൻ വരുന്നോ? വിട്ടുകൊടുക്കില്ല ഞാൻ എന്റെ ബോധത്തോളം ഞാൻ കാലം. ആരെങ്കിലും പ്രതികരിക്കണ്ടേ? അപ്പച്ചൻ കേഡറായതുകൊണ്ട് പാർട്ടിയിലെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതും പറഞ്ഞിട്ടുണ്ടാവില്ല. എനിക്ക് ഡിസിപ്ലിൻ ഇല്ലെന്ന് കരുതിക്കോ. ഞാൻ ഒന്നിന്റെ അടിമയല്ല.